ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു. 2024 ഒരു ക്രിസ്മസ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിട്ടുള്ള ഞങ്ങളുടെ ആദ്യത്തെ ഒരു ക്രിസ്മസാണ്. അതിനായിട്ടാണ് ഞങ്ങൾ ഒരുങ്ങുന്നതും. ഞങ്ങൾ രണ്ടുപേർക്ക് ഒത്തിരി സന്തോഷമുള്ള ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീസണാണ് ഈ ക്രിസ്മസിൻ്റെ സമയം, പ്രത്യേകിച്ച് ഡിസംബർ മാസം. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുക. ഒത്തിരി നമ്മളെല്ലാവരോടും ഒന്നിച്ച് ചേരുന്ന, നമ്മുടെ ഫാമിലി എല്ലാവരോടും ഒരുമിച്ച് വരുന്നൊരു സമയം, നമ്മളെല്ലായിടത്തും എല്ലാവരും ആഘോഷിക്കുന്ന ഒരു സമയം. ഒത്തിരി നല്ല നല്ല ഡെക്കറേഷനും ലൈറ്റും, പള്ളിയിലേക്ക് ആഘോഷങ്ങളും, നമ്മുടെ ഫ്രണ്ട്സിനോടൊപ്പമുള്ള സമയം, നല്ല നോമ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള നല്ല നല്ല ഭക്ഷണം, അങ്ങനെ എല്ലാം കൊണ്ടും ഒത്തിരി സന്തോഷിക്കുന്ന, ഒത്തിരി ആഘോഷിക്കപ്പെടുന്ന ഒരു സമയം. പക്ഷേ ഔസപിതാവിനെയും മാതാവിനെയും ഉണ്ണീശ്വരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത്രയും സന്തോഷത്തിൻ്റെയും അത്ര ആഘോഷത്തിൻ്റെയും ഒരു സമയമൊന്നും ആയിരുന്നില്ല എന്ന് നമുക്കറിയാമല്ലോ. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ കാലഘട്ടം അവരുടെ ജീവിതത്തിലെ ഏറ്റവും അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. തീർത്തും അനിശ്ചിതത്വം, എന്ത് ചെയ്യണമെന്നോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നോ അറിയാൻ വയ്യാത്ത ഒരു സമയം. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും അങ്ങനെയുള്ള സമയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനി എന്ത് എന്നറിയാൻ വയ്യാത്ത, ഇനി എങ്ങനെ എന്ന ഐഡിയ ഇല്ലാത്ത ഒരു സമയം ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതിലുണ്ടാവും. അപ്പോൾ ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം പ്രത്യാശയുടേതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇനി എന്ത് എന്നറിയാൻ വയ്യാത്തപ്പം, കല്യാണത്തിന് മുൻപ് പ്രഗ്നൻ്റായി കാണപ്പെടേണ്ട ആ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആ മാതാവിൻ്റെ അവസ്ഥയും, പൂർണ്ണ ഗർഭിണിയെ കൊണ്ട് ഇത്രയും ദൂരെ യാത്ര ചെയ്യേണ്ടി വരുന്ന അവസ്ഥയുടെ അവസ്ഥയും, ഭാര്യയ്ക്ക് പ്രസവിക്കാൻ ഒരു സ്ഥലം കണ്ടെത്താതെ കൊണ്ട് കഷ്ടപ്പെടുന്ന, വിഷമിക്കുന്ന, പ്രസവിക്കാൻ ഒരു സ്ഥലമില്ലാതെ വിഷമിക്കുന്ന ഒരു അമ്മയുടെ അപ്പൻ്റെ ഒരവസ്ഥ, ഒരു ഭയങ്കര തണുപ്പും ഇരുട്ടും ഒക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് ജനിച്ചു വീഴുന്ന ഈശോയുടെ അവസ്ഥയും, അങ്ങനെ ആ ചോരക്കുഞ്ഞിനെ കൊണ്ട് രാത്രിക്ക് വഴി അറിയാൻ വയ്യാത്ത ദേശത്തോടൊക്കെ പാലായനം ചെയ്യേണ്ട ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയൊക്കെ, അതൊക്കെയാണ് നമ്മൾ ആഘോഷിക്കുക. അപ്പം ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിലെ അൺസർട്ടനിറ്റീസിനും നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്കും ഒരു ആൻസർ ഉറപ്പായിട്ടും നമുക്ക് ലഭിക്കും. അത് എന്നുള്ളത് ദൈവത്തിൻ്റെ സമയത്ത് നമുക്കത് കിട്ടും. അപ്പോൾ ഈ ക്രിസ്മസ് കൂടുതൽ പ്രത്യാശയുടേതാവട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ പ്രത്യാശയുള്ളവരാകാം. ദൈവം എല്ലാവരെയും സന്തോഷമായി അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ക്രിസ്മസ്.